പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 4:45 വരെയുള്ള കണക്കനുസരിച്ച് 60.70% പോളിംഗ്. മിക്ക ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിര ഇപ്പോഴും ദൃശ്യമാണ്. ചില ബൂത്തുകളിൽ വോട്ടിംഗ് മെഷീന്റെ സാങ്കേതിക തകരാറിനെ തുടർന്ന് പോളിംഗ് സാവധാനമാണ് നടക്കുന്നത്. പാലക്കാട്ടെ ജനങ്ങൾ മാറ്റത്തിനു വേണ്ടി വോട്ട് ചെയ്യുമെന്നും മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് LDF സ്ഥാനാർത്ഥി P. സരിൻ പറഞ്ഞു. വേനൽക്കാലത്ത് നടന്ന തെരഞ്ഞെടുപ്പുകൾ മാത്രമാണ് നമുക്ക് ശീലം. 2 മണി മുതൽ 4 മണി വരെ ആരും വോട്ട് ചെയ്യാൻ വരാറില്ല. സാധാരണ പോളിംഗ് ശതമാനം 50-ൽ കുറവുള്ള മിക്കവാറും എല്ലാ ബൂത്തുകളിലും ഇപ്പോൾ, അതായത് 2 മണിയോ അല്ലെങ്കിൽ 2:30 വരെയോ 50% പോലും എത്താത്ത ബൂത്തുകൾ ഏതൊക്കെയുണ്ടോ അവിടെ 2:30 മുതൽ 4 മണി വരെയുള്ള സമയത്തുള്ള ക്യൂ വളരെ നീണ്ടതായിരിക്കും. കാരണം കാലാവസ്ഥ സുഖകരമാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ കൂട്ടമായി വോട്ട് ചെയ്യാൻ എത്തും. ഫൈനൽ കൗണ്ട് നേരത്തെ പറഞ്ഞ പോലെ 100 വോട്ടിനെങ്കിലും ടോട്ടൽ വോട്ട്സ് എത്രയാണോ കഴിഞ്ഞ പാലക്കാട് അസംബ്ലി ഇലക്ഷന് പോൾ ചെയ്തത്, ടോട്ടൽ വോട്ട്സ് 100 വോട്ടെങ്കിലും കൂടുതലാകാനാണ് ഇപ്പോഴും സാധ്യത കാണുന്നത് ജനങ്ങളുടെ പ്രശ്നത്തിൽ. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ പറകുന്നം 34 നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. ന്യൂനപക്ഷങ്ങൾക്കിടയിൽ CPIMന് വലിയ പിന്തുണയാണുള്ളതെന്നും BJP UDF അവിശുദ്ധ കൂട്ടുകെട്ട് ജനം തിരിച്ചറിയുമെന്നും AK ബാലൻ പറഞ്ഞു. എൻ്റെ ഭാര്യയും വോട്ട് രേഖപ്പെടുത്തി. മതന്യൂനപക്ഷങ്ങളിൽ, പ്രത്യേകിച്ച് ഞങ്ങൾക്കൊന്നും ഒരു സ്വാധീനവുമില്ലാത്ത സ്ഥലങ്ങളിൽ വളരെ വികാര വായ്പോട് കൂടിയിട്ടുള്ള സ്വീകാര്യത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിക്കുന്നത് വലിയ തിരിച്ചടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിക്കാൻ പോകുന്നത്. രാഹുൽ മാങ്കൂട്ടവും സന്ദീപ് വാര്യറും നടത്തിയിട്ടുള്ള ഈ ഗൂഢാലോചന കേരളീയ പൊതുസമൂഹം തിരിച്ചറിയുകയാണ്, ഈ മണ്ഡലത്തിലെ ജനത തിരിച്ചറിയുകയാണ്. പാലക്കാടിലേത് ജനങ്ങൾ ആഗ്രഹിക്കുന്ന വിധിയാകുമെന്നും 5 ഭൂരിപക്ഷത്തിൽ UDF വിജയിക്കുമെന്നും ഷാഫി പറമ്പിൽ MP പറഞ്ഞു. UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം എത്തി മണപ്പുള്ളിക്കാവ് ഗവൺമെന്റ് LP സ്കൂളിലാണ് ഷാഫി വോട്ട് രേഖപ്പെടുത്തിയത്. ഭൂരിപക്ഷത്തിന് പാലക്കാട് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ച് കേരളത്തിന്റെ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. നിയമസഭയ്ക്ക് അകത്തും പുറത്തും ഈ ജനതയുടെ ശബ്ദമാകുമെന്നുള്ള ഉറപ്പിന്റെ അടയാളമാണ് ഈ മഷി എന്ന് ഞാൻ കരുതുന്നു. ഞങ്ങള് 5 ഭൂരിപക്ഷം ഞങ്ങൾ നേരത്തെ പ്രതീക്ഷിക്കുന്നതായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വോട്ടിംഗ് ശതമാനം കൂടിയാലും കുറഞ്ഞാലും NDAക്ക് പ്രശ്നമാകില്ലെന്ന് NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ. തങ്ങൾക്ക് ലഭിക്കേണ്ട വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യിപ്പിക്കുമെന്നും അതിനുവേണ്ട കാര്യങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നല്ല പോളിംഗ് ഉണ്ടാവും. എല്ലാ ബൂത്തുകളിലും നിങ്ങൾ നോക്കിയോ, നല്ല ക്യൂ ഉണ്ടാവും, പോളിംഗ് വർദ്ധിക്കും. ഇത് ബൈ ഇലക്ഷൻ ആയതുകൊണ്ട് കാലത്ത് 9 മണി വരെയുള്ള ഒരു പോളിംഗും പിന്നീട് വൈകിട്ട് 4 മണിക്ക് ശേഷം ഉണ്ടാവുള്ളൂ. അത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകളിലെല്ലാം അങ്ങനെ ഉണ്ടാവാറുള്ളത്. ഞങ്ങളുടേതായിട്ടുള്ള വോട്ടുകൾ ഞങ്ങൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ട് അത് ഞങ്ങൾ പോൾ ചെയ്യിക്കും. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഷുവർ വോട്ടുകളുടെ പേഴ്സൻറ്റേജ് ആണല്ലോ ഞങ്ങൾക്ക് വിധി നിർണ്ണയിക്കുന്നത്. അത് പോൾ ചെയ്യപ്പെടുന്നുണ്ട്. അത് ഞങ്ങൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആശങ്കയില്ല. ഇപ്പോൾ പോളിംഗ് കുറഞ്ഞാലും കൂടിയാലും ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് ലഭിക്കാവുന്ന വോട്ടുകൾ പോൾ ചെയ്യിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം. അത് ഞങ്ങൾ കൃത്യമായിട്ട് നിർവഹിക്കുന്നുണ്ട്. അത് പോൾ ചെയ്യപ്പെടും. ആകെ 184 പോളിംഗ് ബൂത്തുകളിലാണ് വോട്ടെടുപ്പ്. 10 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്.